നമ്മളെ ഫോണിൽ നിന്ന് നമ്മൾ ഒരുപാട് കോൾ ചെയ്യും. നമുക്ക് ഇങ്ങോട്ട് ഒരുപാട് കോൾ വരും, നമ്മൾ അങ്ങോട്ട് ഒരുപാട് വിളിക്കും, മിസ് കോൾ ഒരുപാട് വരും. നമ്മളെ ഈ കോളിന്റെ ഒക്കെ ഹിസ്റ്ററി നമ്മൾ ഫോൺ ഉപയോഗിച്ചത് തൊട്ട് ഇതുവരെയുള്ള കോൾ ഹിസ്റ്ററി ഒന്ന് എടുക്കണം. എങ്ങനെ എടുക്കുക? ഇല്ലെങ്കിൽ മറ്റൊരു ഫോണിലെ കോൾ ഹിസ്റ്ററി എടുത്ത് നമ്മളെ ഫോണിലേക്ക് അത് സെൻഡ് ചെയ്യണം. അതെങ്ങനെ ചെയ്യും? നമുക്ക് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മളെ ഫോണിലുള്ള മൊത്തം കോൾ ഹിസ്റ്ററിയും ഒരു PDF രൂപത്തിൽ എടുത്തിട്ട് സേവ് ചെയ്യുക, അല്ലെങ്കിൽ മറ്റൊന്നിലേക്ക് സെൻഡ് ചെയ്യുക. അതിന് നമുക്ക് ഡീഫാൾട്ട് ആയിട്ട് ഫോണിൽ ഓപ്ഷൻസ് ഒന്നുമില്ല. നമുക്കിവിടെ PDF എന്ന് പറയുന്ന ചെറിയൊരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഇത് ചെയ്യാം. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. എങ്ങനെ ചെയ്യുക അതുകൂടി ഒന്ന് നോക്കുക. ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്താൽ ഇങ്ങനെ ഒരു പേജ് വരിക. ഇവിടെ ഒരു ചെക്ക് ബോക്സ് ഉണ്ടാവും, അതിൽ ടിക്ക് കൊടുക്കുക. അതിനുശേഷം പ്രൊസീഡ് കൊടുക്കുക. പ്രൊസീഡ് കൊടുത്താൽ ഇവിടെ ഇങ്ങനത്തെ ഈ പേജിൽ താഴെ കാണാം ക്ലിക്ക് ടു കണ്ടിന്യൂ എന്നുള്ള ഒരു ഓപ്ഷൻ. അതൊന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്താൽ ഇവിടെ നമുക്ക് SMS, ജനറൽ കോൾ ലോഗ്, അതായത് SMS ബാക്കപ്പ് ആയിട്ട് PDF ആയിട്ട് എടുക്കണോ, അല്ല ജനറൽ കോൾ ലോഗ് എടുക്കണോ, മൊത്തം കോൾ ലോഗാണ്. ജനറൽ കോൾ ലോഗ് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വന്നോ പോയോ എടുക്കാത്തതൊക്കെ, കോണ്ടാക്ട്, സ്പെസിഫിക്. നമുക്കിപ്പം കോൾ ലോഗ് അല്ല വേണ്ടത്, അതിന് ജനറൽ കോൾ ലോഗ് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്താൽ ഇവിടെ വീണ്ടും ഓപ്ഷൻസ് നമ്മളോട് ചോദിക്കും. ആദ്യം ഏത് ഡേറ്റ് മുതൽ ഏത് ഡേറ്റ് വരെ എന്നുള്ളത് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നമുക്ക് ആവശ്യമുള്ള ഡേറ്റ്, അതായത് ഏത് ഡേറ്റ് മുതലാണോ ആ ഡേറ്റ് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ രണ്ടാമത്തതിൽ ഏത് ഡേറ്റ് വരെ ആണോ വേണ്ടത് അതും സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇതിലിപ്പോൾ ഡീഫോൾട്ടായിട്ട് ഇന്നത്തെ ദിവസം വരെ ഒരു വർഷത്തതാണ് ഉള്ളത്. ഇതിപ്പോൾ ഒന്ന് കാണിച്ചു തരാനായതുകൊണ്ട് ഞാൻ അത് തന്നെ ആടെ സേവ് ആക്കി. അതിനുശേഷം കോൾ ലോഗ് ഡീറ്റെയിൽ, അതായത് മൊത്തം കോൾ ലോഗ് വേണോ, ഡയൽഡ് നമ്പർ മാത്രം മതിയോ, റിസീവ്ഡ് നമ്പർ മതിയോ, മിസ്ഡ് കോൾ മതിയോ, ഏതാ വേണ്ടതെന്ന് വെച്ചാൽ അവിടെ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിനൊരു പേരും സെലക്ട് ചെയ്യണം. ഒരു പേര്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പേര്. ഞാനിപ്പോൾ ജസ്റ്റ് ഒരു പേര് അവിടെ അടിച്ചെടുത്ത് അതിനുശേഷം എക്സ്പോർട്ട് ടു PDF കൊടുക്കുക. നമ്മളെ PDF ഇവിടെ സെക്കൻഡ് വെച്ച് ജനറേറ്റ് ആവും. ഇതാ കണ്ടോ, ഇത് ഒന്ന് സൂം ചെയ്ത് നോക്കിയാൽ കാണാം. ഫസ്റ്റില് പേര്, അതായത് നമ്മൾ കോണ്ടാക്ട് ലിസ്റ്റ് പേര് അടിച്ചിട്ടുണ്ടെങ്കിൽ പേര് സേവ് ചെയ്തതാണ്ട് ആ പേര് ഇവിടെ കാണിക്കും, പേരില്ലാത്ത നമ്പറും കാണിക്കും. രണ്ടാമത് ആ കോണ്ടാക്ടിന്റെ ഫോൺ നമ്പർ, രണ്ടാമത് ഫോൺ നമ്പർ കാണിക്കും. അതിനുശേഷം ടൈം, ഡേറ്റും ടൈമും, കൃത്യമായിട്ട് ഡേറ്റും ടൈമും അവിടെ ഉണ്ടാവും. പിന്നെ ഡ്യൂറേഷൻ, എത്ര ടൈം വിളിച്ചിരിക്കുന്നില്ല അതും ഉണ്ടാവും. പിന്നെ ടൈപ്പ്, ഡയൽഡ് ആണോ, മിസ്ഡ് ആണോ, റിസീവ്ഡ് ആണോ അതും ഇവിടെ കാണിക്കും. ഇത്ര ചെയ്യേണ്ടിയുള്ളൂ. നമ്മളെ കോൾ ലോഗ് അവിടെ PDF ആയിട്ട് സേവ് ആയി കഴിഞ്ഞ്. ഇനി നമുക്കിവിടെ ഷെയർ അയക്കുന്നുണ്ട്, വേണമെങ്കിൽ ഏതെങ്കിലും ഫോണിലേക്ക് സെൻഡ് ചെയ്യണേ ഇവിടുന്ന് ഏത് മീഡിയയിൽ കൂടെ നിങ്ങൾക്ക് സെൻഡ് ചെയ്യാം. ഇനിയിപ്പോൾ ഇത് ഫോണിൽ എവിടെ ഉണ്ടാകുക? അതിന് നിങ്ങളെ ഫോണിൽ ഫയൽ മാനേജർ ഓപ്പൺ ചെയ്യാം. ഫയൽ മാനേജർ ഓപ്പൺ ചെയ്താൽ ഇന്റേണൽ സ്റ്റോറേജ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇന്റേണൽ സ്റ്റോറേജിൽ നമ്മളെ ആപ്ലിക്കേഷന്റെ പേരിൽ ഒരു ഫോൾഡർ ഇവിടെ ഉണ്ടാവും. അത് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ നമ്മൾ സേവ് ചെയ്ത ആ PDF നമുക്ക് ഇവിടുന്ന് ഓപ്പൺ ചെയ്ത് കാണാനാവും. സംഭവം അങ്ങനെ പൊളിച്ചില്ലേ? അപ്പോൾ ആവശ്യക്കാർ ഉപയോഗിക്കുക, ഉപയോഗിച്ചിട്ട് അഭിപ്രായം അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കേണ്ട ഒരു ലൈക്കും കൊടുത്തേക്ക്, പാവം നമുക്ക് ഒരു ബൂസ്റ്റ് ആയിക്കോട്ടെ. നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെന്റ് കാണാം. നിങ്ങളുടെ സ്വന്തം മുത്തൂസ് മെപ്പയ്യൂർ. താങ്ക് യു സോ മച്ച്.